ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു അച്ചാറാണ്. അച്ചാറിൻ്റെ പേര് മാതള നാരങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ചെടുത്തിട്ടുള്ള തനി നാടൻ നാരങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ എടുക്കുക. അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതേ സമയം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഒരേ കണക്കിന് വഴറ്റി കൊടുക്കുക, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതേ സമയം തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, കായപ്പൊടി തുടങ്ങിയ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തീ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് ചെയ്യേണ്ടത്. കായപ്പൊടി ഇടാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പച്ചമണം മാറുന്ന വരെയാണ് കേട്ടോ നമുക്ക് ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഇതേ സമയം തന്നെ നമ്മുടെ നാരങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അതിനുശേഷം ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എനിക്കിവിടെ ജസ്റ്റ് ഒരു ഗ്രേവി പോലെ വേണ്ടത് കൊണ്ട് ഞാൻ അല്പം ചൂട് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ചൂട് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ വിനാഗിരിയും വേത്തിയിട്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു നാരങ്ങ അച്ചാർ വയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് വെക്കുന്നതെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ഗൈസ്, വേറെ വീഡിയോ ആയിട്ട്